പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷണൽ അറബിക്കിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ്. റമദാൻ മുബാറക്, പരിശുദ്ധ റമദാൻ. ഡിസ്കഷൻ അൽ ഹിവാറുൽ അവൽ. ഒന്നലിബിൻ മകൻ, ഓദൻ റമദാൻ യാബി, നാളെ റമദാനാണ് പിതാവേ. അയലനൽ മുദിയു മുൻദു ലഹളത്തിൻ, ബ്രോഡ്കാസ്റ്റർ തൊട്ടു മുമ്പേ പ്രഖ്യാപിച്ചു. അൽ വാലിദ് പിതാവ്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ലഖദ് അഹ്ളർതു മഅി കുല്ല മാ നഹ്താജു ഇലൈഹി ഫി സുഹൂർ, തീർച്ചയായും അത്താഴത്തിലേക്ക് ആവശ്യമായതെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സംഘടിപ്പിച്ചിട്ടുണ്ട്. അൽ ഇബ്ൻ മകൻ, വഅദ്തനി അൻ അസൂമ ഹാദൽ ആമ യാ അബി, എൻ്റെ പിതാവേ ഈ വർഷം നോമ്പ് പിടിക്കാമെന്ന്, ഞാൻ നോമ്പ് പിടിക്കുമെന്ന്, എന്നെ നോമ്പ് പിടിപ്പിക്കാമെന്ന് നിങ്ങൾ എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അൽ വാലിദ് പിതാവ്, വന ഇന്ദ വാഴി, ഞാൻ പ്രോമിസ്, അതെ ഞാൻ വാഗ്ദത്തം ചെയ്ത അവസ്ഥയിൽ തന്നെ, സിർത്തൽ ആന റജുലൻ, ഞാൻ പ്രോമിസ് ചെയ്ത അതേ അവസ്ഥയിൽ തന്നെയാണ്. സിർത്തൽ ആന റജുലൻ, നീ ഒരു പുരുഷനാകുമ്പോൾ, ഒരു മനുഷ്യനാകുമ്പോൾ, ഫസിയാമു വാജിബുൻ അലൈക, അപ്പോൾ നിൻ്റെ മേൽ നോമ്പ് നിർബന്ധമാണ്. അൽ ഇബിൻ കുട്ടി, വമത്താസ തനാവിലു സുഹൂർ, എപ്പോഴാണ് അത്താഴം കഴിക്കേണ്ടത്. അൽ വാലിദ് പിതാവ്, സതുനാവിലുഹു ഖബ്ലൽ ഫജർ, സുബഹിക്ക് മുമ്പാണ് അത്താഴം കഴിക്കേണ്ടത്. സുമനസ്തരിയഹു ഖലീലൻ, പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. ഫഇദാ ഹനൽ ഫജ്റു നദ്ഹബു ഉരീദു അയ്ളൻ അൻ നദ്ഹബ മഅക ലിസ്വലാത്തി തറാവീഹ്. ഫഇദാ ഹനൽ ഫജ്റു, സുബ്ഹ് നിസ്കാരമായി കഴിഞ്ഞാൽ, നദ്ഹബു ഇലൽ മസ്ജിദി ലിസ്വലാത്തി, നമ്മൾ എന്ത് ചെയ്യും, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകും. അൽ വാലിദു അൽ ഇബ്നു കുട്ടി, ഉരീദു അയ്ളൻ അദ്ഹബ മഅക ലിസ്വലാത്തി തറാവീഹ ഗദൻ, ഞാൻ ഉദ്ദേശിക്കുന്നു താങ്കളുടെ കൂടെ തറാവി നിസ്കരിക്കാൻ വേണ്ടി പോകാനും ഞാൻ വരാനും ഞാൻ ഉദ്ദേശിക്കുന്നു. ഗദൻ, നാളെ. അൽ വാലിദ് പിതാവ്, ബാറക്കല്ലാഹു ഫീക, ഇനി അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. സനുസല്ലിൽ ഇശാ വ തറാവീഹ ഫിൽ മസ്ജിദി കുല്ല ലൈലത്തിൻ ബിഇദ്നില്ലാഹ്, സനുസല്ലിൽ ഇശാ വ തറാവീഹ്, ശേഷം നമ്മൾ ഇശാവും തറാവീഹും നിസ്കരിക്കും പള്ളിയിൽ, കുല്ല ലൈലത്തിൻ, എല്ലാ ദിവസത്തും ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുവാദം കൊണ്ടിട്ട്, അള്ളാഹുവിൻ്റെ അനുമതി കൊണ്ടിട്ട്. അൽ ഇബ്നു മാ അഅലബ സഅദത്തി, എൻ്റെ എത്ര വലിയ സന്തോഷം. സാദഹബു ഇല വാലിദത്തി വ അഖ്ബറഹ, ഞാൻ എൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് പോകും, അവരോട് ഞാൻ എന്ത് ചെയ്യും, വർത്തമാനം അറിയിക്കും. അൽ വാലിദ് പിതാവ്, കുല്ലഹ തുഇദ്ദു സുഹൂറ ലിസലാസത്തി യാ ബുനയ്യ റമദാൻ മുബാറക്. കുല്ലഹ, അവരോട് നീ പറയുക, അതായത് ഉമ്മയോട് നീ പറയുക, തുഇദ്ദു സുഹൂറ ലിസലാസത്തി, 3 പേർക്ക് വേണ്ടി അത്താഴം തയ്യാറാക്കുക നീ അവരോട് പറയുക. യാ ബുനയ്യ, എൻ്റെ കൊച്ചുമോനെ, റമദാൻ മുബാറക്. ഇപ്പോൾ നമുക്കിനി അതിൻ്റെ അൽഫാദുകളെ കുറിച്ച് നോക്കാം. അയലന അനൗൺസ്ഡ്, അൽ മുദിയു ബ്രോഡ്കാസ്റ്റർ, തനാവല ഈറ്റ്, അസ്സുഹൂർ ലേറ്റ് നൈറ്റ് മീൽ, തുഇദ്ദു ടു പ്രിപ്പയർ തയ്യാറാക്കുക, നസ്തരിഹു ടു ടേക്ക് റെസ്റ്റ്, സഅദത്ത് ഹാപ്പിനെസ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തത് ഹൽ, നഅം ലാ. ഹൽ ഓദൻ റമദാൻ, നാളെ റമദാനാണോ. നഅം ഓദൻ റമദാൻ, നാളെ റമദാനാണ്. ഹൽ സാമ ഇബ്നു ഫിൽ ആമിൽ മാളി, കഴിഞ്ഞ വർഷത്തിൽ മകൻ നോമ്പ് നോറ്റോ. ലാ മാ സാമ ഇബ്നു ഫിൽ ആമിൽ മാളി, മകൻ കഴിഞ്ഞ വർഷം നോമ്പ് നോറ്റിട്ടില്ല. ഹൽ അന്ത താലിബുൻ, നീ വിദ്യാർത്ഥിയാണോ. നഅം അന താലിബുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. ബൽ ഹുവ തബീബ്, ഹൽ ഹുവ തബീബുൻ, അവൻ ഡോക്ടറാണോ. ലാ ഹുവ മുദരിസുൻ, അല്ല അവൻ എഞ്ചിനീയറാണ്. ഹൽ ഗദൻ ഈദുൽ ഫിത്ർ, നാളെ ഈദുൽ ഫിത്ർ ആണോ, ചെറിയ പെരുന്നാളാണോ. നഅം ഗദൻ ഈദുൽ ഫിത്ർ, അതെ നാളെ ഈദുൽ ഫിത്ർ ആണ്. അടുത്തത് നോക്കാം. മാദ അലനൽ മുദിയ, ബ്രോഡ്കാസ്റ്റർ എന്താണ് പ്രഖ്യാപിച്ചത്. അലൽ മുദിയ എന്ന ഗദൻ റമദാൻ,
ബ്രോഡ്കാസ്റ്റർ നാളെ റമദാൻ എന്നാണ് പ്രഖ്യാപിച്ചത്. മാതാ അഹ്ദറൽ അബു പിതാവ് എന്താണ് ഹാജരാക്കിയത്? അഹ്ദറൽ അബു കുല്ലമാ ഇഹ്താജു ഇലൈഹി ഫി സുഹൂർ അത്താഴത്തിലേക്കുള്ള എല്ലാ ആവശ്യമായ എല്ലാം പിതാവ് ഹാജരാക്കി. മാതാ തുഇദ്ദുൽ ഉമ്മു ലിൽ ഉസ്റത്തി ഹാദിഹിൽ ലൈല ഈ രാത്രിയിൽ കുടുംബങ്ങൾക്ക് വേണ്ടി ഉമ്മ എന്താണ് തയ്യാറാക്കുന്നത്? തുഇദ്ദുൽ ഉമ്മു ഹാദിഹിൽ ലൈലത്തി സുഹൂറ ലി ഉസ്റത്തി ഈ രാത്രിയിൽ ഉമ്മ തയ്യാറാക്കുന്നത് കുടുംബക്കാർക്ക് വേണ്ടിയിട്ടുള്ള അത്താഴമാണ്. അടുത്ത മാതാ തുഇദ്ദുൽ ഉമ്മ ലിൽ ഉസ്റത്തി ഹാദിഹിൽ ലൈൽ അതാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്ത ചോദ്യം മാതാ തുരീദു അൻ തനാവല ഫി സുഹൂർ അത്താഴ സമയത്തിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഉരീദു അൻ താവില റുസ്സ ഫി സുഹൂർ അത്താഴത്തിൽ ചോറ് ഉണ്ടാക്കാനാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത മാതാ തുഫദ്ദിലു അൻ തതനാവല ഫിൽ ഇഫ്താർ നോമ്പ് മുറിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഉരീദു അൻ തനാവല തംറ വൽ അസീറ ഫിൽ ഇഫ്താർ ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് തമ്രും ഈന്തപ്പഴവും അതേപോലെ ജ്യൂസും കഴിക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നത്. പിന്നെ മത്ത യസൂമുൽ മുസ്ലിമൂന ആദത്തൻ സാധാരണ മുസ്ലിമീങ്ങൾ എപ്പോഴാണ് നോമ്പ് നോക്കുന്നത്? യസൂമുൽ മുസ്ലിമൂന ആദത്തൻ ഫി ഷഹ്ർ റമദാൻ സാധാരണ മുസ്ലിമീങ്ങൾ റമദാൻ മാസമാണ് നോമ്പ് നോക്കുന്നത്. മത്തായത്തനാവുൽ മുസ്ലിമൂന സുഹൂർ ആദത്തൻ സാധാരണ മുസ്ലിമീങ്ങൾ എപ്പോഴാണ് അത്താഴം കഴിക്കുന്നത്? തനാവുൽ മുസ്ലിമൂന സുഹൂറ ഖബൽ ഫജ്ർ ആദത്തൻ മുസ്ലിമീങ്ങൾ അത്താഴം കഴിക്കുന്നത് സുബൈക്ക് മുമ്പാണ് സാധാരണ. അത്താത്തദ്ഹബിൽ കുല്ലിയ എപ്പോഴാണ് നീ കോളേജിലേക്ക് പോകുന്നത്? അദ്ഹബിൽ കുല്ലിയ സുബാഹൻ പ്രഭാതത്തിലാണ് ഞാൻ കോളേജിലേക്ക് പോകുന്നത്. മത്താത്തനാവിൽ ഇഷ നീ ഇഷ എത്ര മണിക്കാണ് നീ ഭക്ഷണം കഴിക്കുന്നത്? രാത്രി സമയത്തെ ഭക്ഷണം എപ്പോഴാണ് നീ കഴിക്കുന്നത്? അത്തനാവുൽ ഇഷ ഫി സഅത്തി സാമിന മസാഅൻ ഞാൻ വൈകുന്നേരം 8 മണിക്ക് ആണ് എന്ത് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്നത്. മത്തായക്കൂനു ഈദ് മീലാദിക് എപ്പോഴാണ് നിൻ്റെ പെരുന്നാൾ? മത്തായക്കൂനു ഈദുൽ മീലാദ് എപ്പോഴാണ് ഉണ്ടാവുക? പെരുന്നാൾ എപ്പോഴാണ് ഉണ്ടാവുക? ഈദുൽ മീലാദി ഫി ഷഹ്രിൽ ഖാദിം മീലാദ് വരുന്ന മാസത്തിലാണ്. പെരുന്നാൾ വരുന്ന മാസം. അടുത്തത് കൈഫ അറഫൽ ഇബ്നു അന്ന ഖദർ റമദാൻ മകൻ നാളെ റമദാനാണെന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? അറഫൽ ഇബ്നു മിൻ ഇഅ്ലാനിൽ മുദിയ അന്ന ഖദർ റമദാൻ ഇപ്പം ബ്രോഡ്കാസ്റ്ററിൻ്റെ പ്രഖ്യാപനം അനൗൺസ്മെൻറ്റിൽ നിന്നാണ് മകൻ എന്ത് ചെയ്തു നാളെ റമദാനാണെന്ന് മനസ്സിലാക്കിയത്. കൈഫ തദ്ഹബുൽ മസ്ജിദി പള്ളിയിലേക്ക് എങ്ങനെയാണ് നീ പോകുന്നത്? അദ്ഹബുൽ മസ്ജിദി മാഷിയൻ പള്ളിയിലേക്ക് ഞാൻ നടന്നുകൊണ്ടാണ് പോകുന്നത്. കൈഫ ഹാലുക്ക നിൻ്റെ അവസ്ഥ എന്താണ്? ബിഖൈർ അൽഹംദുലില്ലാഹ് ഗുഡ് അൽഹംദുലില്ലാഹ്. കൈഫ കാൻ ഇംതിഹാനു സനവി വാർഷിക പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കാൻ ഇംതിഹാനു സനവി ജയ്യിദൻ സഹിലൻ ബിഇദ്നില്ലാഹ് അപ്പോൾ വാർഷിക പരീക്ഷ വളരെ എളുപ്പമുള്ളതായിരുന്നു അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടെ. കൈഫ തുസാഫിറു അൽ ഖലീജ് ഗൾഫിലേക്ക് നീ എപ്പോഴാണ് യാത്ര ചെയ്യുന്നത്? ഉസാഫിറു അൽ ഖലീജ് അലാ മത്നി ത്വായിറ ഞാൻ ഖലീജിലേക്ക് പോകുന്നത് ഗൾഫിലേക്ക് പോകുന്നത് വിമാനമാർഗമാണ്. മൻ സതുഇദ് സുഹൂറൽ ഉസ്റ കുടുംബത്തിന് വേണ്ടിയിട്ട് അത്താഴം തയ്യാറാക്കിയത് ആരാണ്? ശേഷം അൽ ഉമ്മു സതുഇദ് സുഹൂറ ലിൽ ഉസ്റ ഉമ്മയാണ് കുടുംബങ്ങൾക്ക് വേണ്ടി അത്താഴത്തിലേക്ക് ഭക്ഷണം തയ്യാറാക്കിയത്. മൻ ഹാദ അതാരാണ്? ഹദാ സുദീഖി അഹമ്മദ് അതെൻ്റെ കൂട്ടുകാരൻ അഹമ്മദാണ്. മൻ സയ്യദ്ഹബുൽ ഇബ്നു സ്വലാത്തി തറാവീഹ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് മകൻ ആരുടെ കൂടെയാണ് പോകുന്നത്? സയ്യദ്ഹബുൽ ഇബ്നു മഅൽ വാലിദി ലി സ്വലാത്തി തറാവീഹ് തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി പിതാവ് മകൻ്റെ കൂടെയാണ് പോകുന്നത്. മനില്ലദീ ദഹബ ഇല സൂഖ്
അങ്ങാടിയിലേക്ക് മാർക്കറ്റിലേക്ക് പോകുന്നത് ആരാണ്? അൽ ഖാദിമു ഹുവ അല്ലദീ ദഹബ ഇല സൂഖ്, സേവകനാണ് മാർക്കറ്റിലേക്ക് പോകുന്നത്. മൻ കതബ ഖസീദത്തു ഫിൽ ഖുദുസ്, ഫിൽ ഖുദുസ് എന്ന ഖസീദ രചിച്ചതാരാണ്? ഖസീദത്തു ഫിൽ ഖുദുസ് കതബഹ ശാഇറു തമീമുൽ ബർഗൂസി. അപ്പോൾ ഖുദുസ് എന്ന കഥ രചിച്ചത് അത് കവിയായ തമീമുൽ ബർഗൂസിയാണ്. അടുത്തതാണ് ഐന. ഐന ഇവിടെ. ഐനൽ വാലിദ് വൽ ഇബ്ൻ, പിതാവും മകനും എവിടെ? അൽ വാലിദ് വൽ ഇബ്ൻ ഫിൽ ബൈത്തി, പിതാവും മകനും വീട്ടിലാണ്. ഐനൽ മുദരിസു, അധ്യാപകൻ എവിടെ? അൽ മുദരിസു ഫിൽ മദ്രസ, അധ്യാപകൻ മദ്രസയിലാണ്. ഇലാ ഐന തദ്ഹബു ഇലാ ഹനൽ ഫജർ, സുബഹി സമയം വരെ നീ എവിടേക്കാണ് പോയിരിക്കുന്നത്? അദ്ഹബു ഇലൽ മസ്ജിദി ഇലാ ഐന തദ്ഹബു ഇലാ ഹനൽ ഫജറു, സുബഹി സമയമായാൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? അദ്ഹബു ഇലൽ മസ്ജിദി ഇലാ ഹനൽ ഫജറു, ഞാൻ പള്ളിയിലേക്ക് പോകും സുബഹി സമയമായി കഴിഞ്ഞാൽ. മിൻ ഐന അന്ത ഖാദിം, നീ എവിടെ നിന്നാണ് വരുന്നത്? അന ഖാദിമുൻ ഫിൽ കുല്ലിയ മിനൽ കുല്ലിയ, അന ഖാദിമുൻ മിനൽ കുല്ലിയ, ഞാൻ കോളേജിൽ നിന്നാണ് വരുന്നത്. ഐന കിതാബക, ഐന കിതാബുക്, നിൻ്റെ കിതാബ് എവിടെ? കിതാബി ഫിൽ ഹഖീബ, എൻ്റെ പുസ്തകം ബാഗിലാകുന്നു. ഇൻഷാ അല്ലാഹ് തംരീനൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് യൂട്യൂബ് ലൈവ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് അവസാനത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻസർ നോക്കിയിട്ട് നമുക്ക് ഈ എക്സാം ഓറിയൻറ്റഡായിട്ടുള്ള ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ, അതിന് മുന്നേ നമുക്ക് റീക്യാപ്പും കൂടെ ഒന്ന് നോക്കിയേക്കാം. അതിൽ നിന്ന് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അദവാത്തുൽ ഇസ്തിഫ്ഹാമില്ലത്തി ദറസ്ന ഇസ്തിഅമാലഹ, നമ്മൾ പഠിച്ച ചോദ്യത്തിൻ്റെ അദവാത്തുകൾ, പദങ്ങൾ ഏതൊക്കെയാണ്? ഹർഫുകൾ ഏതൊക്കെയാണ്? ഹൽ, ഹൽ, മാദ, മൻ, മത്ത, ഐന, കൈഫാണ് നമ്മൾ പഠിച്ചത്. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് നാം, ല, അതെ, അല്ല എന്നർത്ഥമാണ്. ആണോ എന്ന് ചോദ്യം വരുന്ന ഇവൾക്കിടയ്ക്ക് ആൻസർ നാം, ല എന്നുള്ളതാണ്. ഇനി അടുത്ത അല്ലത്യാമത്തിൽ ഖാസത്ത് ഫി റമദാൻ, റമദാൻ മാത്രമുള്ള പ്രത്യേകമായ ഭക്ഷണം. അസ്സഹൂർ വൽ ഇഫ്താർ, അത്താഴ സമയം, അതേപോലെ നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിലുള്ള ഭക്ഷണങ്ങളും. ഇതാ ഖാബിലത്തെ സദീഖക ഫി റമദാൻ തുഹന്നിഹു ബി ഇബാറത്തിൻ റമദാൻ കരീം, നീ റമദാനിൽ നിൻ്റെ കൂട്ടുകാരനെ നീ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ തുഹന്നിഹു ബി ഇബാറത്തി റമദാൻ കരീം, റമദാൻ കരീം എന്ന ഉദ്ധരണി കൂടെ അവനോട് എന്ത് ചെയ്യണം? അവനോട് ആശംസകൾ അറിയിക്കണം. നമുക്കിനി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ നോക്കി നമുക്ക് ചാപ്റ്റർ അവസാനിപ്പിക്കാം. മാതാ അയലിൽ മുതയ, ബ്രോഡ്കാസ്റ്റർ എന്താണ് പ്രഖ്യാപിച്ചത്? അയലിൽ മുതയോ അന്നഖദൻ റമദാൻ, ബ്രോഡ്കാസ്റ്റർ നാളെ റമദാൻ ആണെന്നാണ് പ്രഖ്യാപിച്ചത്. മാതാ അഹ്ദറൽ വാലിദ്, പിതാവ് എന്താണ് ഹാജരാക്കിയത്? അഹ്ദറൽ വാലിദ് കുല്ലമ ഇഹ്താജ ഇലൈഹി സുഹൂർ, അത്താഴത്തിലേക്കുള്ള എല്ലാം വാലിദ് ഹാജരാക്കി. ബിമാദാ വഅദൽ വാലിദ് ഇബ്നഹു, ബിമാദാ വഅദൽ വാലിദ് ഇബ്നഹു, പിതാവ് മകനോട് എന്താണ് പ്രോമിസ് ചെയ്തത്? വഅദൽ വാലിദ് ഇബ്നഹു ബി അൻ യസൂമ റമദാന ഹാദിഹി സന, പിതാവ് മകനോട് പറഞ്ഞത് എന്താണ്? ഈ വർഷത്തിൽ നിന്നെ റമദാൻ നോമ്പ് പിടിപ്പിക്കാം എന്നാണ് പ്രോമിസ് ചെയ്തത്. നാലാമത്തത് മത്താ ഇത്നാവിൽ വാലിദ് സുഹൂർ, എപ്പോഴാണ് പിതാവ് അത്താഴം കഴിക്കുന്നത്? ഇത്നാവിൽ വാലിദ് സുഹൂർ ഖബൽ ഫജ്രി, ഫജറിന് മുമ്പാണ് പിതാവ് അത്താഴം കഴിക്കുന്നത്. യുസല്ലിൽ വാലിദ് വൽ ഇശാ വ തറാവിഹ്, അടുത്ത ചോദ്യം. മാതാ യഫ്അൽ വാലിദ് ബഅദ സുഹൂർ, അഞ്ചാമത്തെ ചോദ്യം. ഐനൽ യുസല്ലിൽ വാലിദ് ഇശാ വ തറാവിഹ്, ഇശാവും തറാവിഹും പിതാവ് എവിടെയാണ് നിസ്കരിക്കുന്നത്? യുസല്ലിൽ വാലിദ് ഇശാ വ തറാവിഹ് ഫിൽ മസ്ജിദി, ഇശാവും തറാവിഹും പള്ളിയിലാണ് നിസ്കരിക്കുന്നത്. ഏഴാമത്തെ മാതാ യഫ്അൽ വാലിദ് ഇദാ ഹനൽ ഫജ്റു, സുബ്ഹി സമയമായി കഴിഞ്ഞാൽ പിതാവ് എന്താണ് പ്രവർത്തിക്കുന്നത്? ഇദാ ഹനൽ ഫജ്റു യദ്ഹബുൽ വാലിദു ഇലൽ മസ്ജിദി ലിസ്സലാ, പ്രഭാത സമയമായി കഴിഞ്ഞാൽ വാലിദ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകും. അടുത്തത് എട്ടാമത്തെ ചോദ്യം. മനില്ലത്തി തുഅദ്ദു സുഹൂർ, അത്താഴം തയ്യാറാക്കിയത് ആരാണ്? അല്ലുമ്മു തുഅദ്ദു സുഹൂർ, ഉമ്മയാണ് അത്താഴ ഭക്ഷണം തയ്യാറാക്കിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്.